ഇപ്പോൾ കുറേ ദിവസമായിട്ട് അഖിൽമാരാറിനെ ട്രോളുന്ന കുറേ വീഡിയോസാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതെല്ലാം. അപ്പം അഖിൽമാരാർ എന്തുകൊണ്ടത് പറഞ്ഞു എന്നുള്ളതും അദ്ദേഹത്തിനെ കുറ്റക്കാരനായിട്ട് ചിത്രീകരിക്കുന്നതിലും ഒന്നും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. അത് അത്രയും സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ പണ്ടുള്ള സ്ത്രീകൾ അങ്ങനെ ആയിരുന്നു എന്നൊക്കെ നമ്മളും ചെറുപ്പത്തിൽ കേൾക്കുന്നു. നമ്മുടെ അമ്മമാർ തന്നെ അങ്ങനെ പറഞ്ഞ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ പണ്ടുള്ള സ്ത്രീകൾ ആരോഗ്യമുള്ളവരായിരുന്നു, അവർ കുറേ കുട്ടികളെ പ്രസവിച്ചിരുന്നു, അവർ സിമ്പിളായിട്ട് പ്രസവിച്ചിരുന്നു, ആശുപത്രിയിൽ പോയില്ല, നിൻ്റെ ഭാര്യയ്ക്ക് മാത്രം എന്താ കുഴപ്പം, നിൻ്റെ ഭാര്യയ്ക്ക് മാത്രം എന്താ ഇത്ര വിശേഷം എന്നൊക്കെ അമ്മായിയമ്മമാരായിട്ടുള്ള എൻ്റെ അമ്മയൊക്കെ ചോദിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിൻ്റെ ഭാര്യയ്ക്ക് മാത്രം എന്താ ഇത്ര വിശേഷം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് അവരുടെ ആരോഗ്യത്തിനെയൊക്കെ ഒന്ന് പരിഷ്കരിച്ച്, അല്ലെങ്കിൽ വലിയ ആരോഗ്യമുള്ളവരായിരുന്നു ഞങ്ങൾ സിമ്പിളായിട്ടാണ് പ്രസവിച്ചിരുന്നത് എന്നൊക്കെ ഒന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് അത്. അപ്പോൾ അത് നമ്മൾ ആ വിധത്തിൽ അതിനെ കണ്ടു തള്ളാനുള്ള ഒരു ബോധവും ബുദ്ധിയൊക്കെ നമുക്ക് വേണം, എങ്കിലേ പറ്റൂ. നമ്മളെല്ലാം പോയി ഭാര്യയോട് അത് അപ്ലൈ ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, പണ്ടുള്ളവർ ആരോഗ്യമുള്ളവരായിരുന്നു എന്നൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രസവം എടുത്തിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ചെന്ന് പറയുന്നത്, പണ്ടുള്ളവർ ഇത്രയും ബുദ്ധിമുട്ട് കാണിച്ചിരുന്നില്ല, അവർ അരി ഇടിച്ചുകൊണ്ടിരുന്നപ്പം പോയി അപ്പുറത്ത് പോയി പ്രസവിച്ചേച്ച് ബാക്കി അരി ഇടിക്കണമെന്ന് ചോദിച്ച സന്ദർഭമുണ്ട് എന്നൊക്കെ നമ്മൾ അവരോട് പറയുമ്പോൾ അവരെ ആ സമയത്ത് അത് നിസ്സാരവൽക്കരിച്ച് അവരെ വിഷമത്തിലാക്കുകയാണ് ചെയ്യുന്നതെന്ന് ഉള്ള ബോധം പിന്നീടൊക്കെയാണ് ഉണ്ടായി വരുന്നത്. കാര്യം അവരെ കൂടുതൽ അടുത്തറിയാൻ തുടങ്ങുമ്പോഴാണ് കുറച്ചുകൂടെ അവരെന്തൊക്കെയാണ് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു അബദ്ധമായിരിക്കണം ഇദ്ദേഹത്തിനും പറ്റിയെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പൊതുവേദി പ്രസംഗിക്കാൻ പറ്റില്ല. ഭാര്യയോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മറുപടി ഭാര്യ തന്നെ കൊടുത്തോളുമല്ലോ. അതായത് ഇച്ചിരി സംസാരിക്കാൻ തൻ്റെ ഇടമുള്ള ഒരു പെൺകുട്ടിയാണ് കൂടെ ജീവിക്കുന്നതെങ്കിൽ അവർ തന്നെ എൻ്റെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും. എന്നാൽ നിങ്ങളൊന്ന് പ്രസവിച്ച് കാണിക്കാൻ പറയും. അപ്പോൾ ഒരു ഭാര്യയുടെ മാത്രം ഉത്തരവാദിത്വമാണ് പ്രസവം എന്നുള്ള രീതിയിലോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ കുറേ എക്സസൈസ് ചെയ്യിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് ഗർഭകാലത്തൊക്കെ. അതൊക്കെ അവർക്ക് അത് അത്രയും ബുദ്ധിമുട്ടാണെന്നുള്ളതും ഒക്കെ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രസവം വളരെ സിസേറിയനൊന്നും അല്ലാതെ കഴിഞ്ഞു. പക്ഷേ രണ്ടാമത്തെ പ്രസവമായപ്പോൾ ഇച്ചിരി കൂടെ റിസ്ക്കിയായി, അത് ഓപ്പറേഷനായി. അപ്പോൾ അത് കുട്ടി വലുതായി പോയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അപ്പം ഇന്നത്തെ കാലത്ത് ഇനിയുള്ള മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ അത് സിസേറിയൻ കൂടി വരത്തേ ഉള്ളൂ. കാര്യം ഇവരുടെ പെൽവിക് ഏരിയ അങ്ങനെ വികസിച്ച് കൊടുക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ പറയുന്ന മനുഷ്യവംശത്തിന് സംഭവിക്കുന്നില്ല. അങ്ങനെ ഒരു പെൽവിക് ഏരിയ വികാസം സംഭവിക്കുന്നില്ല. അപ്പോൾ അത് ഇനിയും കുറച്ചുകൂടെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ കുറച്ചുകൂടെ റിസ്ക്കായിട്ട് മാറുകയാണ് പ്രസവം എന്ന് പറയുന്നത്. പ്രസവം നടക്കത്തില്ല, മിക്കവാറുള്ളതെല്ലാം സിസേറിയനായിട്ട് പോകത്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പരിണാമത്തിൽ വന്ന ഒരു ദോഷമാണ് ഈ പറയുന്ന പ്രസവം എന്ന് പറയുന്നത് ദുഷ്കരമാക്കുന്നത്. അത് മനുഷ്യൻ്റെ പ്രസവമാണ് ഏറ്റവും റിസ്ക്കി എന്നുള്ളത് ഇനിയും വരുന്ന കാലഘട്ടങ്ങളിൽ കുറച്ചുകൂടെ റിസ്ക്കി ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതും ഒക്കെ നമ്മൾ അടുത്തറിഞ്ഞ് അതിനെ പരിശോധിച്ച് കഴിയുമ്പോഴും മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും മാത്രമേ അറിയത്തുള്ളൂ അതത്രയും റിസ്ക്കി ആണെന്നുള്ളത്. അതുപോലെ തന്നെ സ്ത്രീകളോട് ഇത് സംസാരിക്കുമ്പോൾ അനുഭവിച്ചിട്ടുള്ള വേദന അനുഭവിച്ചിട്ടുള്ള ആൾക്കാരോട് പോയി ഈ വിഡ്ഢിത്തം സംസാരിക്കുമ്പം അവർ തീർച്ചയായിട്ടും പ്രതികരിച്ചിരിക്കും. അവർ നല്ല അടി കൊടുക്കുന്ന രീതിയിലുള്ള വർത്തമാനം അവർ പറയും. കാര്യം അവരാണ് അനുഭവിച്ചത്, അല്ലാതെ വേട്ടാവളിയന്മാരായിട്ടുള്ള പുരുഷന്മാർ ഇതൊന്നും അനുഭവിച്ചിട്ടില്ല. അവർക്ക് ഇത് പെയിനൊന്നും താങ്ങാനുള്ള ശേഷിയൊന്നുമില്ല. ഒരു വിരൽ മുറിഞ്ഞാൽ തന്നെ കിടന്ന് നിലവിളിക്കുന്ന കൂട്ടങ്ങളാണ്. അന്നേരമാണ് ബ്ലഡ് കൊണ്ടുള്ള ഈ കളി. അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാര്യം അത് ഡോക്ടർമാർക്കും അവർക്കും മാത്രമേ അറിയത്തുള്ളൂ.
നേഴ്സുമാർ, ഇവരൊക്കെയാണ് ഇതൊക്കെ കാണുന്നത്. ഇവരെയൊക്കെ ഇപ്പം ദിയ കൃഷ്ണയെ പോലുള്ള ആൾക്കാരൊക്കെ വീഡിയോ എടുത്ത് ഈ പ്രസവ വീഡിയോ ഒക്കെ എടുത്തിടുമ്പം അതിനു മുമ്പേ ഇച്ചിരി കൂടെ വിപ്ലവാത്മകമായിട്ട് ചെയ്തത് ശ്വേതാ മേനോനായിരുന്നു. അപ്പോൾ അതൊക്കെ മനുഷ്യൻ കാണണം, മനുഷ്യൻ കണ്ട് അതിൽ നിന്ന് പഠിക്കണം. കാര്യം ഇത്രയും റിസ്കി ആയിട്ടുള്ള സംഭവം കണ്ടു കഴിയുമ്പോൾ തന്നെ സ്ത്രീയോടുള്ള റെസ്പെക്റ്റ് സ്വാഭാവികമായിട്ട് ഉണ്ടായി വരും. അല്ലാത്ത കാലഘട്ടത്തിൽ ഇപ്പം സ്ത്രീയെ പ്രസവയന്ത്രമായിട്ട് മാത്രം കാണുക എന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമുദായങ്ങളുണ്ട്. നമ്മൾ തന്നെ കണ്ടതാണ്. ഒരു മുസ്ലിമായിട്ടുള്ള ഒരുത്തൻ അയാളുടെ ഭാര്യ 5ാമത്തെ പ്രസവം വീട്ടിൽ വെച്ച് നടത്തി. ആ സ്ത്രീ വളരെ പുഴുവരിച്ച നിലയിലായിരുന്നു ആ പ്രസവം നടക്കുന്ന സമയത്തും പ്രസവം കഴിഞ്ഞിട്ടും. ഒരു ശുശ്രൂഷയും കൊടുക്കുകയോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യാതെ അവർ മരിക്കട്ടെ എന്നുള്ള രീതിയിൽ അതിനെ കൈകാര്യം ചെയ്ത മനുഷ്യരെ വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. കാര്യം അവരെ വെറും പ്രസവയന്ത്രമായിട്ട് മാത്രം കാണുകയും പ്രസവിച്ച് കുറേ കഴിയുമ്പോഴത്തേക്ക് അവർ എന്തുവാ അവരുടെ ശരീരത്തിൻ്റെ ഷേപ്പും സൗന്ദര്യവും ഒക്കെ നഷ്ടപ്പെടുത്തി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത ആളെ പ്രാപിക്കാനുള്ള സിറ്റുവേഷനിലോട്ട് വരുന്ന മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള സമുദായമുണ്ട്. അവർ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പം പെറ്റ് കൂട്ടുക എന്നുള്ളത് മാത്രമാണ് സ്ത്രീയുടെ ഉത്തരവാദിത്വം എന്നുള്ള രീതി കാണുന്ന മനുഷ്യരൊക്കെ ഇതുപോലുള്ള സംസാരത്തിലോട്ട് വരും. അപ്പോൾ സ്ത്രീയെ വില കുറച്ച് കാണുന്ന ഒരു സിറ്റുവേഷനും ഒക്കെ. അപ്പം ഒരു കുഞ്ഞിനെ ഭൂമിയിലോട്ട് കൊണ്ടുവരുമ്പോൾ ആ കുഞ്ഞിനെ ആഗ്രഹിച്ച് കൊണ്ടുവരണം. ആഗ്രഹിച്ച് കൊണ്ടുവന്ന് അതിനെ രണ്ടുപേരും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അമ്മയും അച്ഛനും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതിനെ പരിചരിക്കുന്ന കാര്യങ്ങൾ അച്ഛൻ ഗർഭത്തിൽ ചുമക്കുന്നില്ലെങ്കിൽ തലയിലുള്ള ഗർഭത്തിലെങ്കിലും ചുമക്കണം. അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ആ ഒരു ഗർഭത്തിലെങ്കിലും അതിനെ ചുമക്കണം. അത് കഴിയുമ്പം ഈ പറയുന്ന കുട്ടി പുറത്തെത്തി കഴിയുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്യപ്പെടണം. അതൊക്കെ ഇപ്പോഴത്തെ തലമുറയിൽ കുറേയൊക്കെ അത് ചെയ്യുന്നുള്ളതായിട്ട് നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ തന്നെ കാണാൻ പറ്റും. ഒരുപാട് ഫാമിലീസ് അവരുടെ കുട്ടികളെ അച്ഛനും അമ്മയും ഒരുമിച്ച് നോക്കുന്ന ഫാമിലീസിനെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നല്ല ഒരു മാതൃകയാണ്. കാര്യം ഒരാൾ തന്നെ എല്ലാ റിസ്ക്കും ഏറ്റെടുക്കുന്ന ഒരവസ്ഥ. ഞാൻ പോലും അത്ര ഉറക്കമൊന്നും ഉളച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഭാര്യ കുട്ടികൾ ഉണ്ടായതിന് ശേഷം ഒക്കെ ഒരുപാട് ഉറക്കം ഉളയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ട്രെസ്സ് അവരനുഭവിക്കുന്നതൊക്കെ പിന്നീടാണ് നമുക്ക് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. പിന്നെ മറ്റുള്ള ഈ സ്ത്രീകൾ പരസ്പരമുള്ള സഹകരണത്തിൽ കൂടെയാണ് ഇവർ ഈ പറയുന്ന പ്രസവം എന്ന് പറയുന്ന റിസ്ക്കായിട്ടുള്ള ആ കാര്യത്തെ കൈകാര്യം ചെയ്തെടുക്കുന്നത്. സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പെൺകുട്ടിയുടെ അമ്മ ആയിരിക്കും ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നത്. അമ്മയുണ്ടെങ്കിൽ ഭാഗ്യം, പെൺകുട്ടിക്ക് അമ്മയുണ്ടെങ്കിൽ ഭാഗ്യം, ആ പെൺകുട്ടിയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് പ്രസവത്തെ സ്ത്രീകളാണ് കൈകാര്യം ചെയ്തു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വിഡ്ഢികളായിട്ടുള്ള പുരുഷന്മാരെ എന്ന അഭിപ്രായം പറയരുത്. അവരനുഭവിച്ച കാര്യത്തിനെക്കുറിച്ച് അവർക്ക് മാത്രമേ അഭിപ്രായം പറയാനുള്ള റൈറ്റുള്ളൂ എന്നുള്ളതാണ് വാസ്തവം.